എലിസബത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ്. എലിസബത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ്. പുകമയമാണല്ലോ സാർ. സാറ് ദേഷ്യപ്പെടണ്ട. സാധാരണ ഓഫീസിനകത്ത് പുകവലിക്കാത്ത ആളല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. റാണി എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത്? എനിക്കറിയാം സാർ ആകെ അപ്സെറ്റ് ആണെന്ന്. കാരണവും ഏതാണ്ടൊക്കെ എനിക്കറിയാം. റാണി എന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. സാറും വൈഫും ഹോസ്പിറ്റലിൽ പോയത് എനിക്കറിയാം. എന്റെ ഫ്രണ്ടാണ് നഴ്സ് രാധിക. ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. സാറും വൈഫും വന്നതും ഭാര്യയ്ക്ക് യൂട്രസ് തകരാറാണെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നും അവളാ പറഞ്ഞത്. ശരിക്കും എനിക്കത് ഷോക്കായിപ്പോയി. സത്യമാണ് റാണി, ജീവിതത്തിൽ എനിക്കേറ്റ ആദ്യ തിരിച്ചടി, അതും ഞാൻ ഏറെ ആഗ്രഹിച്ച കാര്യം. ഞാനത് മനസ്സിലാക്കുന്നു. എല്ലാം നേടിയെടുത്തുവെന്ന് കരുതുന്നവരാ വിഡ്ഢികള്. നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സത്യം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മെഡിക്കൽ സയൻസിനെ അത്ഭുതപ്പെടുത്താൻ മനുഷ്യന് കഴിയും. എങ്ങനെ? ഭാര്യ പ്രസവിക്കില്ല, അത് സത്യ. അതിന് കഴിയുന്ന ധാരാളം പേരുണ്ടല്ലോ. ഒരു കുഞ്ഞിനെ, അതായത് അനന്തരാവകാശിയെ തരാൻ മറ്റു ചിലർക്ക് കഴിഞ്ഞു വരും. മനസ്സിലായില്ല. ഈ കാര്യത്തിൽ ഞാൻ സാറിനെ സഹായിക്കാം. സാറ് വിചാരിച്ചാൽ അത് നടക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് നടക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അതിനു മുൻപേ സാരമില്ല, എനിക്ക് മനസ്സിലാവും സാറിന്റെ വിഷമം. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എലിസബത്തിനെ മറന്നൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ആ സ്നേഹബന്ധം എനിക്കറിയാം. അത് അർത്ഥമാറ്റാതെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ കുടുംബത്തിൽ തന്നെ അതിന് സാഹചര്യമുണ്ട്. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എലിസബത്തിന്റെ അനുജത്തി റീത്ത. അവൾ എന്തുകൊണ്ടും സാറിന് ചേരും. ഒരു പക്ഷേ എലിസബത്തിനേക്കാൾ. നോ, അത് നടക്കില്ല. വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം. ഇല്ല, റീത്തയുടെ വിവാഹം വേറെ നിശ്ചയിച്ചതാണ്. അത് പാടില്ല. ഇവിടെ സാറ് തോറ്റാൽ ജീവിതത്തിൽ തന്നെ തോൽക്കും. ഇതൊക്കെ ലോകത്ത് സാധാരണയാണ്. എലിസബത്ത് സാറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സമ്മതിക്കും. എന്റെ ജീവനാണ് എലിസബത്ത്. അവളുടെ കുറവുകളെ ഞാൻ മുതലെടുക്കാണെന്ന് കരുതില്ലേ? ഇല്ല, എല്ലാ സ്വത്തുക്കളുടെ അവകാശി സ്വന്തം രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളാകുന്നതല്ലേ ബുദ്ധി. എന്നാലും ഇത് ഒരു എന്നാലും ഇല്ല. ഈ യുവത്വം എന്നും നിലനിൽക്കില്ല. ഭാര്യയുടെ എതിർപ്പ് സംഗതി വ്യക്തമാവുമ്പോ മാറിക്കോളും. എന്നാലും ഭാര്യയുടെ അനിയത്തെ കെട്ടാൻ സമ്മതിക്കൂ? അവിടെയാണ് മിടുക്ക്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. പദു മറന്നോ? ഓ സോറി, ഓഫീസിലെ വർക്കിന്റെ ടെൻഷനിൽ ഒക്കെ മറന്നു. ഇന്നലെ എന്തൊരു ടെൻഷനായിരുന്നു. ഇപ്പൊ മാറിയില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ചോ? ഏത് കാര്യം?
ദത്തെടുക്കൽ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? ഞാൻ ശരിക്കും ആലോചിച്ചു. നീ പറഞ്ഞ കാര്യം ആശയം കൊള്ളാം, പക്ഷേ പ്രശ്നം എനിക്കല്ലല്ലോ. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്യ കുഞ്ഞായി വളരും. എന്റെ അവകാശി എന്റെ രക്തത്തിൽ പിറന്നവനായിരിക്കണം. ശരിയാണ്, പക്ഷേ നിൽക്ക്, പറഞ്ഞു വരട്ടെ. അതായത് ഞാൻ ഒരു വിവാഹം കൂടി കഴിക്കാൻ തീരുമാനിച്ചു. ജേട്ടാ, തീർന്നില്ല. വധു ആരാണെന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല, നിന്റെ അനിയത്തി. എന്താ ചേച്ചി, ചേട്ടൻ വഴക്ക് പറഞ്ഞോ? എന്താ പറഞ്ഞത്? ചേട്ടന് നിന്നെ വിവാഹം കഴിക്കണോ? ഇല്ല, നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. നടക്കും, ഞാൻ നടത്തും. നീ സമ്മതിക്കണം. എന്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അയാളൊരു മനുഷ്യനോ മൃഗമോ? ഞാൻ മനുഷ്യനാണ്. എനിക്കെന്റെ ജീവിതമാണ് വലുത്. നീ തടസ്സം നിൽക്കരുത്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ആ ബന്ധങ്ങളുടെ വിലയും എതിർപ്പും എനിക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് ജയേട്ട് സമ്മതിച്ചതല്ലേ? അത് വെറും വാക്ക്. അന്ന് അങ്ങനെ, ഇന്നിങ്ങനെ. സന്തോഷിനെ ഞാൻ വിവരം അറിയിക്കും. ഞങ്ങൾക്ക് പിരിയാനാവില്ല. പിരിയും, പിരിഞ്ഞേ പറ്റൂ. സന്തോഷ്, നീ എന്റെ ശമ്പളം പറ്റുന്നവനാണ്. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനത് സമ്മതിക്കില്ല. ഇത്രയും വൃത്തികെട്ടവനാണ് അയാളെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി ഇവിടെ തളരരുത്. ഈ ചൂതുകളിക്ക് ഇരയാവരുത്. കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? തോന്നുമ്പോൾ പല രീതിയിൽ പറഞ്ഞാൽ അത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. നിന്റെ മുതലാളിയായ എന്നെ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അതെന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാണ്, എന്റെ കാമുകിയും. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നീ പിന്മാറില്ല? 100%. നീ ദിവസവും പത്രങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ യഥാർത്ഥ കഥകൾ വായിക്കാറില്ല അല്ലേ? എന്താ, ഭീഷണിയാണോ? അല്ല, ഉപദേശം. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ റോഡരികത്തോ കത്തിക്കരിഞ്ഞ അജ്ഞാത മൃതദേഹം അതാവണോ നിനക്ക്? നിങ്ങളുടെ ശമ്പളക്കാരനാണെന്ന് കരുതി എന്തും ചെയ്യാനുള്ള ധാരണ വേണ്ട. എന്റെ ദേഹത്തൊന്നും തൊട്ടാൽ നീ അറിയും ഞാൻ ആരാണെന്ന്. നിന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ അറിയുമല്ലടാ നീ ആരാണെന്ന്. ഞാൻ കാണിച്ചു തരാമോ നിനക്ക്? എന്നെ അറിയില്ല നിനക്ക്?